ഒരു ചെറിയ യാത്രയുടെ ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നാർ ട്രിപ്പാണ് ഗൈസ്. ചെറിയ ട്രിപ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ആ യാത്ര എൻജോയ് ചെയ്യായിരുന്നു, ആ ക്ലൈമറ്റും പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് അങ്ങ് വീഡിയോ എടുക്കാനും അങ്ങനെ നിന്നില്ല. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ബസ്സിൽ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്ന കണ്ടൊക്കെ ടൂർ പോകണമെന്നുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോയതാണ്. ഇപ്പം ആ ഒരു ഫീലായിരുന്നു. ഒരുപാട് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം നാലാമത്തെ വട്ടമാണ് ഇപ്പം മൂന്നാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ യാത്ര തുടങ്ങി ആ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രകൃതിയുമായിട്ട് എടുത്ത്, അതുപോലെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ യാത്ര പോകണം. പ്രകൃതിയോട് ചേർന്നൊരു യാത്രയെന്ന് പറയുമ്പം പോകുന്ന വഴി കണ്ട വെള്ളച്ചാട്ടമാണ്. ഞങ്ങളപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇറങ്ങി. അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് നെല്ലിപ്പുളി അങ്ങനത്തെ കുറേ മാങ്ങ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ പിള്ളേരെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്നു. കാരണം ആ വെള്ളച്ചാട്ടം അടുത്ത് നിന്ന് കാണുന്നത് തന്നെ ഒരു നല്ല രസമായിരുന്നു. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. നല്ല തണുത്ത കാറ്റായിരുന്നു, നല്ല മഴയും ഉണ്ടായിരുന്നു. ആ സമയത്ത് ചായ കുടിക്കാൻ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഇവിടെ അലമ്പിട്ട്. ഈ ചായക്കൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 6 ഗ്ലാസ് ചായ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 പേരും കൂടെ വന്ന് 5 ഗ്ലാസ് ചായയും കൂടെ പറഞ്ഞപ്പം ആ വെച്ച ചായയിലോട്ട് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ചായയാണ്. അതേപോലെ തന്നെ ആ ചേച്ചി വേറെ കുറേ വർക്കൊക്കെ ചെയ്യാണ്. അപ്പോൾ ഗായ്സ്, യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെടുത്ത റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ അവിടുത്തെ ആ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ വണ്ടി ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു. ഞങ്ങൾ കുറേ എല്ലാവരും കൂടെ ട്രൈ ചെയ്തു. അവിടുത്തെ പണിക്കാരും കാര്യങ്ങളെല്ലാം വന്നിട്ടൊന്നും അത് ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ചെളിയിലങ്ങ് പൂണ്ടുപോയി. അപ്പം അതൊരു സാഡായിപ്പോയി. പിന്നെ കുട്ടികളും ഗേൾസും എല്ലാം കൂടെ റൂമിൽ ഫ്രഷ് ആയാലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളും
ഇവിടുത്തെ ആ റൂമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഓടി നടന്നെല്ലാം ഭയങ്കര കൗതുകത്തോടെ കാണുവാണ്. മിച്ചൂസിന് പിന്നെ സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞാൽ മിച്ചൂസിൻ്റെ ജീവനാണ്. മോർണിംഗ് തൊട്ടൊരു 1-2 മണിക്കൂർ ആ സ്വിമ്മിംഗ് പൂളിൽ തന്നെ കിടക്കുമായിരുന്നു ആൾ. അത്രയും കോട തണുപ്പുമായിട്ട് ആ ഐസ് വെള്ളത്തിൽ വേറൊരു പിള്ളേരും കിടന്നില്ല, മിച്ചൂസ് മാത്രമാണ് കിടന്നത്. വണ്ടി ഈ ടൈമായിട്ടും റെഡി ആയിട്ടില്ല ഗൈസ്, കുറേ ബുദ്ധിമുട്ടുകൾ. பொழுதாகி போச்சு விளக்கேத்தியாச்சு മഞ്ജുവിൻ്റെ ഒരു അടിപൊളി പാട്ടിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ അന്താക്ഷരി കളിച്ചു. അന്താക്ഷരത്തിൽ നിമിഷകവികളാണ്, എല്ലാം മൊത്തം കള്ളപ്പാട്ടായിരുന്നു.